ഹലോ ഗൈസ്, നമ്മുടെ കോളേജിലോ സ്കൂളിലോ ഒരു കുട്ടിയുടെ ഹാർഡ് വർക്കും സ്കില്ലൊക്കെ കാണുന്നത് ഒന്നെങ്കിൽ ഒരു എക്സിബിഷൻ വരണം, അല്ലെങ്കിൽ ഒരു ആനുവൽ ഡേ വരണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോഴായിരിക്കും ഒരു കുട്ടികളുടെ ഹാർഡ് വർക്ക് സ്കിൽസൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ ഒരു ഡേ വന്നിരിക്കുന്നു നമുക്ക് കൊമേഴ്സ് ഫെസ്റ്റ്. നമുക്ക് ഈ കൊമേഴ്സ് ഫെസ്റ്റ് വന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൊമേഴ്സ് ബ്ലോക്കിൽ എല്ലാവർക്കും 2 വീക്ക് ടൈം തന്നിരുന്നു എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റും ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു സെൽഫി പോയിന്റ് ആണ്. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് അവരിൽ എത്തിക്കുക എന്നതായിരുന്നു. നമ്മളത് ഭംഗിയായിട്ട് അവരിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ കൊമേഴ്സ് ഫെസ്റ്റിന് ഒരു പേര് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊടുത്ത പേര് ബിസ് ഫെസ്റ്റ് കാർണിവലാണ്. അപ്പോൾ അത് ലോട്ടിട്ടാണ്, ഒരുപാട് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അത് ലോട്ടിട്ടാണ് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തത്. അതാണ് എടുത്തത് ബിസ് ഫെസ്റ്റ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെ ആ ഒരു പേരാണ് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ 3 days പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇനാഗുറേഷൻ, സെക്കൻഡ് ഡേ ഫുഡ് ഫെസ്റ്റ്, എക്സിബിഷൻ കാര്യങ്ങൾ, ആൻഡ് തേർഡ് ഡേ മ്യൂസിക് പ്രോഗ്രാമാണ് നടത്തിയിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ നമുക്ക് എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഫുഡ് ഫെസ്റ്റിനാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ആ ബണ്ണെല്ലാം വിറ്റുപോയായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പിയായി, സാറോ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് പ്രോഫിറ്റിൻ്റെ ഒരു വീതം നമ്മൾ കനുവിന് കൊടുത്തിരുന്നു. അങ്ങനെ തേർഡ് ഡേ വരുന്നത് നമുക്ക് മ്യൂസിക് പ്രോഗ്രാമാണ്. അതിൽ വന്ന് പാടിയത് നജ്രാൻ കബീർ ടീംസാണ്. അപ്പോൾ അടിപൊളി പാട്ടുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ 3 ദിവസം പെട്ടെന്ന് തന്നെ പോയായിരുന്നു. കൊമേഴ്സ് ഫെസ്റ്റ് കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് തീർന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.